ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MSc HSC എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. MSc ഇൻ ഹോം സയൻസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്. ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു PG പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ട് വീട്ടിലിരുന്ന ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 2 ഇയർ ആണ് ഇതിന്റെ മിനിമം ഡ്യൂറേഷൻ വരുന്നത്. 4 ഇയർ നിങ്ങൾക്ക് അതിന്റെ വാലിഡിറ്റി വരും. അതിനോട് കംപ്ലീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് ഹോം സയൻസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് എന്നുള്ളതാണ് വരിക. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ മുന്നേ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റികൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDGs കൈവരിക്കുന്നതിന് കമ്മ്യൂണിറ്റി വികസന രീതികളെയും എക്സ്റ്റൻഷൻ മാനേജ്മെന്റിനെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുക, കമ്മ്യൂണിറ്റി വികസന പരിപാടി ആസൂത്രണ വികസനം നടപ്പിലാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ പ്രോഗ്രാം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി വികസനവും സുസ്ഥിര ഉപജീവനവും തമ്മിൽ ബന്ധം സ്ഥാപിക്കുക. കമ്മ്യൂണിറ്റി സയൻസിലെ വിവിധ വിഷയങ്ങൾ സംയോജിപ്പിച്ച് എക്സ്റ്റൻഷൻ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വികസന പദ്ധതിയിൽ പങ്കെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. കൂടാതെ വിവിധതരം കമ്മ്യൂണിറ്റികളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ രൂപീകരിക്കുക. സാമൂഹിക മാറ്റത്തിനും വികസനത്തിനുമായുള്ള പങ്കാളിത്തം ഉറപ്പാക്കുക. അപ്പോൾ ടാർഗറ്റഡ് നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കേണ്ട ആവശ്യം ആർക്കൊക്കെയാണ്? വികസന മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഹോം സയൻസ്, കമ്മ്യൂണിറ്റി സയൻസ്, സോഷ്യൽ സയൻസ്, ബിഹേവിയറൽ സയൻസ്, സയൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ ബിരുദം നേടിയവർക്ക് ഈ പ്രോഗ്രാമിന് അപേക്ഷിക്കാം. സയൻസ് പശ്ചാത്തലമുള്ള പഠിതാക്കൾക്ക് ശാസ്ത്രീയ അറിവുകൾ കമ്മ്യൂണിറ്റി വികസനത്തെ പ്രയോജനപ്പെടുത്താൻ ഈ പ്രോഗ്രാം സഹായകരമാണ്. വികസന മേഖലയിലെ പ്രവർത്തനങ്ങൾ അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ, നൈപുണ്യ വികസനം, സാമൂഹികക്ഷേമം, ഗ്രാമവികസന, ആരോഗ്യ സേവനങ്ങൾ എന്നിവയിലെ ഓഫീസർമാർ ആകാൻ ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സർക്കാർ, അന്തർ സർക്കാർ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, NGOs, കോർപ്പറേഷനുകൾ, സാമൂഹിക സംരംഭങ്ങൾ എന്നിവയിലെ പ്രോഗ്രാം പ്രൊജക്ട് ഓഫീസർമാർക്കും ഗ്രാമീണ, ആദിവാസി, നഗര മേഖലകളിൽ പ്രവർത്തിക്കുന്ന വികസന വിദഗ്ധർക്കും ഈ പ്രോഗ്രാമിന്റെ സാധ്യതകൾ വിപുലമാണ്. അപ്പൊ ഇത്തരം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മുന്നേ സോഷ്യൽ സയൻസസ്, കമ്മ്യൂണിറ്റി സയൻസസ്, ഹോം സയൻസ്, ബിഹേവിയറൽ സയൻസ് തുടങ്ങിയ കോഴ്സുകൾ എടുത്തവർക്ക് അതിന്റെ ഒരു മാസ്റ്റർ ഡിഗ്രി ആയിട്ട് ഇതെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യതകൾ ഒന്ന് നോക്കാം. പ്രൊജക്ട് ഓഫീസർ ആവാം, കോർഡിനേറ്റർ ആവാം. എവിടെ? സർക്കാരിതര സംഘടനകളിൽ NGOs, കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ ആസൂത്രണം നടപ്പിലാക്കുക. മനസ്സിലായല്ലോ. അപ്പൊ ഫീൽഡ് ഓഫീസറും ആവാം, ഹെൽത്ത് വർക്കറും ആവാം. ഗ്രാമീണ ഗോത്രവർഗ മേഖലകളിൽ നേരിട്ടിറങ്ങി മാതൃശിശു ആരോഗ്യം, പോഷകാഹാരം എന്നിവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അതാണ് ഈ ഒരു ഓഫീസറുടെ ദൗത്യം. ഈ ഒരു മേഖലയിൽ ജോലി സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രാക്ടീഷണർ, അന്താരാഷ്ട്ര സംഘടനകൾ, മൾട്ടിലാറ്ററൽ ഏജൻസികൾ എന്നിവയിൽ വികസന വിദഗ്ധനായി പ്രവർത്തിക്കുക ഒരു ജോലിയാണ്. സർക്കാർ മേഖലയിൽ സാമൂഹ്യക്ഷേമ ഓഫീസർ ആകാം, ഗ്രാമവികസന ഉദ്യോഗസ്ഥരാവാം, ഹെൽത്ത് സർവീസ് ഓഫീസർ ആവാം. കോർപ്പറേറ്റ് കമ്പനികളിൽ നിങ്ങൾക്ക് CSR ഉദ്യോഗസ്ഥർ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫീസർ എന്ന് വെച്ചാൽ പ്രമുഖ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുകൾ, CSR ഫണ്ടുകൾ ഉണ്ടാവുമല്ലോ, ഉപയോഗിച്ച് നടത്തുന്ന കമ്മ്യൂണിറ്റി വികസന പ്രൊജക്റ്റുകൾ നിയന്ത്രിക്കുക. വിദ്യാഭ്യാസവും ഗവേഷണവും. അപ്പൊ നിങ്ങൾക്ക് തുടർ അക്കാദമിക് വിദഗ്ധരാവാം, അധ്യാപകരാവാം, ഗവേഷകരാവാം. ഈ ഒരു മേഖലകളിൽ കമ്മ്യൂണിറ്റി സയൻസ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ ഗവേഷകരാണ്. പിന്നെന്താ, നമുക്ക് സ്വയം തൊഴിൽ എങ്ങനെയാണ്? സ്വന്തമായി സാമൂഹിക സംരംഭങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൺസൾട്ടൻസി സർവീസുകൾ ആരംഭിക്കാം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി കെയർ സെന്ററുകൾ, വികസന പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കാം. തുടർ പഠനത്തിനോ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചോ അതിനൊക്കെ എന്ത് ചെയ്യാൻ നിൽക്കുന്നത് ഒരു ഡിഗ്രി, ഒരു PG രൂപത്തിൽ നിൽക്കുന്നത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ കൂടുതൽ നല്ലത്, ഇതിന്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം എന്നൊക്കെ നമ്മളൊന്ന് നോക്കി. ഇനി ഇതിന്റെ എലിജിബിലിറ്റി, കോഴ്സ് ചെയ്യാൻ എനി ഡിഗ്രി മതി കേട്ടോ. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനി ഡിഗ്രി മതി. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 7,000 രൂപ പെർ ഇയർ ആണ്. അപ്പൊ 2 വർഷം ആകുമ്പോൾ 14,000 രൂപ. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 700 രൂപ എക്സ്ട്രാ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് MHC 1 മുതലുള്ള കോഡിലാണ് തുടങ്ങുന്നത്. ഇതില് ഇതെല്ലാം തിയറി പേപ്പർ ആണ്. ഈ 6 സബ്ജക്റ്റുകളും തിയറിയാണ് ഫസ്റ്റ് ഇയർ. 7ാമത്തത്
പ്രൊജക്റ്റ് ആണ്, 4 ക്രെഡിറ്റ്സിന്റെ പ്രൊജക്റ്റ് ആണ്. വീണ്ടും 2 കോഴ്സുകളാണ്. തിയറി പേപ്പർ മൊത്തം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 40 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പഠിക്കണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. PGDM PG ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് 1 ഇയർ കഴിഞ്ഞ് എക്സിറ്റ് ആയി കിട്ടും. സെക്കൻഡ് ഇയർ കൂടി പൂർത്തിയാകുമ്പോഴേ നിങ്ങൾക്ക് MSc PG കിട്ടുകയുള്ളൂ. അത് സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ഒരു പ്രൊജക്റ്റ്, അത് റിസർച്ച് പ്രൊജക്റ്റ് ഇൻ ഹോം സയൻസ് ആണ്. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം എന്താണ്, തിയറി പേപ്പേഴ്സ് ആണ്. ടോട്ടൽ 80 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിലൊരു ഉണ്ട്, അതായത് ഒരു ഇലക്റ്റീവ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും ഉണ്ട് നിങ്ങൾക്ക് ഒരു ഇലക്റ്റീവ്, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഡ് എന്ത് ചെയ്യണം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. ആ പുസ്തകം നോക്കിയിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാൻ ആപ്റ്റാണോ, എനിക്കത് പഠിക്കാൻ കഴിയുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് അസൈൻമെന്റും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റും ഇതിന് എഴുതണം. ഈ അസൈൻമെന്റ് നിങ്ങൾ സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. തിയറി എക്സാമും അസൈൻമെന്റിന് മാർക്കും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് ആ ഒരു സബ്ജക്റ്റ് പാസ്സായോ എന്നുള്ളത് അറിയാൻ സാധിക്കുക. 40 മാർക്കാണ് ഈ ഒരു PG പ്രോഗ്രാമിന് പാസ്സാവാൻ 100-ൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതുപോലെ ക്രെഡിറ്റുമായി ഉള്ള സംശയങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നോക്കാം. അതുപോലെ പാസ്സാവാനുള്ള മാർക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെന്ററിൽ ഒരു കോളേജ് നമുക്ക് അവൈലബിൾ ആണ്. സെന്റ് തെരേസാസ് കോളേജ് ആണ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും പ്രൊജക്റ്റിന്റെ ഗൈഡൻസും ഒക്കെ തരുന്നത്. കൊച്ചിൻ റീജിയൻ സെന്ററിൽ നിന്നാണ്. അതിൻ്റെ അണ്ടറിൽ സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സെന്റ് തെരേസ കോളേജ് ആണ്. എക്സാം സെന്റർ സെന്റ് തെരേസ കോളേജ് അല്ല, അത് നിങ്ങൾക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. അതല്ല, നിങ്ങളുടെ വീടിനടുത്ത് മറ്റുള്ള കോളേജുകൾ ഏകദേശം 30-40ഓളം കോളേജുകൾ എക്സാം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീടിനടുത്തുള്ള ചൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുപോലത്തെ ഇപ്പോൾ 40 അല്ല കേട്ടോ, ശരിക്കും ഒരു 100ന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് എക്സാം സെന്റേഴ്സ് ഒക്കെ വരുന്നത് കേരളത്തിൽ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ കോളേജ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ കോണ്ടാക്ട് ക്ലാസ് നടത്തുന്നത്, അതുപോലെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന മാർക്ക് ഇടുന്നതൊക്കെ ഈ ഒരു കോളേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ വടകര റീജിയൻ സെന്ററിൻ്റെ അണ്ടറിൽ വേറെ കോളേജുകളില്ല. അപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 2 കോളേജിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും രജിസ്ട്രേഷൻ ചെയ്യാനോ അതിന് എന്തൊക്കെയാണ് വേണ്ടത്, ഡോക്യുമെന്റ്സ്, അപ്ലിക്കേഷൻസ്, പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ പുതിയ കോഴ്സുകളെ കുറിച്ചും ഇതിനോട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.